പ്രിയതുകാര സുഹൃത്തുക്കളെ, ഏവർക്കും കേരള ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. നമ്മളന്ന് പരിശോധിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാം പഠിക്കണോ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, ലക്ഷ്മികാന്തിന്റെ പുസ്തകം പഠിക്കണമെന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറ്. എന്നാൽ PSCയുടെ കഴിഞ്ഞ 2-3 വർഷത്തെ ചോദ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. സിലബസിലെ ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ച് പറയുമ്പോൾ അതിനകത്താണ് ഇന്ത്യ കടം കൊണ്ട ആശയങ്ങൾ വരിക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ കടം കൊണ്ട ആശയങ്ങൾ ചേരുംപടി ചേർക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതി ആരംഭിച്ചതിലെ അംഗങ്ങൾ ഒക്കെ PSC ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റിയും അതിന്റെ അധ്യക്ഷന്മാരും ചേരുംപടി ചേർക്കാനായിട്ട്. ഇത് കൂടാതെ 2 കാറ്റഗറി സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനയെ വിശേഷിപ്പിച്ചവര് എന്തെന്ന് വിശേഷിപ്പിച്ചു? ക്വസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് KC വെയർ അല്ലെ. ബാർഗൈനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് മോറിസ് ജോൺസ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചേരുംപടി ചേർക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആമുഖത്തേക്ക് വരുമ്പോൾ ആമുഖത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്, ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തത് 1976. ആ ഭേദഗതിയിലൂടെ എന്തൊക്കെ കൂട്ടിച്ചേർത്തു, എവിടെയൊക്കെ കൂട്ടിച്ചേർത്തു, 2 സെന്റൻസിൽ മാറ്റം വരുത്തി അല്ലെ, 5 വാക്കുകൾ കൂട്ടിച്ചേർത്തു എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു കാര്യം പ്രാധാന്യത്തോട് പഠിക്കാം. പൗരത്വത്തെ കുറിച്ച് പരാമർശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ 1ാമത്തെ പാർട്ടിലാണ്. ആണോ? അല്ല. 1ാമത്തെ പാർട്ടില് ഇന്ത്യ എന്ന യൂണിയനെ കുറിച്ചാണ് പറയുക. ഇന്ത്യയിലെ സംസ്ഥാനങ്ങള്, കേന്ദ്രഭരണ പ്രദേശങ്ങള്, പുതിയ സംസ്ഥാനങ്ങൾ എങ്ങനെ രൂപീകരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അത് ബേസിക്സ് ആയിട്ടുള്ള ഐഡിയ മാത്രമാണ്. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട. സിലബസിൽ പറഞ്ഞിട്ടില്ല എങ്കിലും വായിച്ചിട്ട് പോണം. 2ാമത്തെ പാർട്ടില് വകുപ്പ് 5 തൊട്ട് 11 വരെയാണ് പൗരത്വത്തെ കുറിച്ച് പറയുക. ഈ പൗരത്വത്തില് 5 തൊട്ട് 11 വരെയുള്ള വകുപ്പുകൾ വായിച്ചു വെച്ചാൽ മാത്രം മതി. അതിനകത്ത് വകുപ്പൊന്നും കാണാതെ പഠിക്കണ്ട, വായിച്ചു വെക്കുക. കാരണം ആ വകുപ്പുകളൊക്കെ പറയുന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ പൗരത്വത്തില് PSC എന്താ ചോദിക്കണേ, അല്ലെങ്കിൽ എന്താ പഠിക്കേണ്ടേ? 1955 പൗരത്വ നിയമത്തെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ആ പൗരത്വ നിയമത്തിലാണ് എത്ര തരത്തിൽ പൗരത്വം കിട്ടും, എത്ര തരത്തിൽ പൗരത്വം നഷ്ടപ്പെടും, വിദേശ വംശജർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ വംശജര് വിദേശത്ത് താമസിക്കുന്നു, ഇന്ത്യൻ പൗരത്വം ഇല്ല, അങ്ങനെയുള്ളവർക്കുള്ള കാർഡ്, OCA കാർഡ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രാധാന്യത്തോട് പഠിക്കേണ്ടത്. വകുപ്പുകൾ 5 തൊട്ട് 11 വരെ കാണാതെ പഠിക്കണോ? വേണ്ട. ഇനി മൗലിക അവകാശങ്ങളിലേക്ക് പോയാൽ 12ാമത്തെ വകുപ്പ് തൊട്ട് 35ാമത്തെ വകുപ്പ് വരെ. അതിൽ അപ്പീലൊന്നുമില്ല, എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. മൗലിക അവകാശങ്ങളെ വിശേഷിപ്പിച്ചവര്, നിലവിലുള്ള 6 മൗലിക അവകാശങ്ങളുടെ വിശേഷണങ്ങള്, മൗലിക സ്വാതന്ത്ര്യങ്ങള്, അതൊക്കെ പ്രാധാന്യമുണ്ട്. ഇനി അടുത്ത് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. ഈ നിർദ്ദേശക തത്വങ്ങൾ പഠിക്കുമ്പോൾ പ്രിയ ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ലാഘവത്തോടെയാണ് നിർദ്ദേശക തത്വങ്ങൾ പഠിക്കുക. പക്ഷെ PSC പ്രാധാന്യത്തോട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ 10th ലെവല് 4th ഫേസ് എക്സാമിലൊക്കെ നിർദ്ദേശക തത്വങ്ങളുടെ ഡെപ്തിലേക്ക് ഇറങ്ങിച്ചതാണ് PSC ചോദിക്കുക. 51ാമത്തെ വകുപ്പിന്റെ ഉപവകുപ്പ് വരെ ചോദിച്ചു, 51(c) ഒക്കെ ചോദിച്ചു. അതുകൊണ്ട് മറക്കരുത്, നിർദ്ദേശക തത്വങ്ങൾ പഠിക്കുമ്പോൾ ഓരോ നിർദ്ദേശക തത്വങ്ങളിലും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഗാന്ധിയൻ ആശയമാവാം, സോഷ്യലിസ്റ്റ് ആശയമാവാം. ഈ ഒരു ആശയത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ, അത് പാർലമെന്റോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയോ ഏതെങ്കിലും നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ വർഷവും നിയമത്തിന്റെ പേരും പഠിച്ചു വെക്കണം. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ്, പാവപ്പെട്ട ജനങ്ങൾക്ക്, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ നിയമസഹായം പ്രദാനം ചെയ്യും. ഈ സൗജന്യ നിയമസഹായം എന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടതാണ് ലീഗൽ സർവീസ് ആക്ട് 1987. ആ ലീഗൽ സർവീസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് ലോക് അദാലത്ത് അല്ലെ, ബദൽ കോടതി എന്നറിയപ്പെടുന്ന ലോക് അദാലത്ത്. അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചുറപ്പിക്കണം. പിന്നെ 44ാമത്തെ ഭരണഘടനാ വകുപ്പിൽ പറയുന്ന ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഉത്തരാഖണ്ഡ് സംസ്ഥാനം പാസാക്കിയ
ഏകീകൃത സിവിൽ നിയമത്തിന്റെ അടിസ്ഥാനങ്ങൾ ഒന്ന് വായിച്ചു വെക്കുക. മൗലിക കടമകൾ 11 ഉണ്ട്. നിർദ്ദേശിച്ചത് കമ്മിറ്റ് ചെയ്ത് അത് മാത്രം പറഞ്ഞാൽ മതി. അതിനകത്തെ വകുപ്പുകൾ ചോദിക്കാൻ സാധ്യതയില്ല. ഇനി ചോദിച്ചാൽ തന്നെ 11ാമത്തെ മൗലിക കടമായ വിദ്യാഭ്യാസ അവകാശവും 5ാമത്തെ മൗലിക കടമയും ചോദിക്കാം. 5ാമത്തെ മൗലിക കടമ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. ഓക്കെ, പിന്നെ അടുത്ത് പറയുന്നത് നിങ്ങൾ സിലബസ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഗവൺമെന്റിന്റെ ഘടകങ്ങൾ. ഇവിടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും ഇവിടെ? കേന്ദ്ര ഗവൺമെന്റ് വരും, സംസ്ഥാന ഗവൺമെന്റ് വരും, കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ വരും. ശരിയാണേ അല്ലെ? ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ 5ാമത്തെ പാർട്ടിൽ പരാമർശിക്കുന്നത് കേന്ദ്ര സർക്കാർ, യൂണിയൻ ഗവൺമെന്റ് ആണ്. 6ാമത്തെ പാർട്ടിൽ പരാമർശിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. 7ാമത്തെ പാർട്ട് നിലവിലില്ലാതെ റദ്ദ് ചെയ്യപ്പെട്ടു. സ്റ്റേറ്റ് ബി സംസ്ഥാനങ്ങളായിരുന്നു. പാർട്ട് 8ൽ പറയുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇതിനകത്ത് തന്നെ എന്തൊക്കെ വരുന്നുണ്ടടാ? സുപ്രീം കോടതിയും ഹൈക്കോടതിയും വരുന്നുണ്ട്. ശരിയല്ലേ? അല്ലെ? അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് പറയുമ്പോൾ ഒരുപാട് ഭരണഘടനാ ഭേദഗതികൾ അതിനകത്ത് വരും. എന്നാൽ പി എസ് സിയുടെ സിലബസിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നത് 42, 44, 52, 73, 74, 86, 91 ഭരണഘടനാ ഭേദഗതികൾ മാത്രം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞ വർഷം പ്രാബല്യത്തിൽ വന്ന 106ാം ഭരണഘടനാ ഭേദഗതി ചോദിക്കില്ല എന്ന്? ചോദിക്കും. OBC കമ്മീഷൻ പഠിക്കുമ്പോൾ, SC/ST കമ്മീഷൻ പഠിക്കുമ്പോൾ ഇതിന്റെ വെളിയിലുള്ള വകുപ്പുകൾ നമ്മളിവിടെ ഭരണഘടനാ ഭേദഗതികൾ പഠിക്കേണ്ടി വരും. ശരിയല്ലേ? അപ്പൊ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടി വരിക. പിന്നെ എന്തൊക്കെ പഠിക്കേണ്ടി വരും? ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിക്കുമ്പോൾ ആ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ചിലത് ഭരണഘടന രൂപീകരിച്ചത് ഇപ്പോഴും ഉണ്ടായിരുന്നു, മറ്റു ചിലത് പിന്നീടാണ് രൂപീകരിക്കുക. ഞാൻ പറഞ്ഞ പോലെ OBC കമ്മീഷൻ, SC കമ്മീഷൻ, ST കമ്മീഷൻ ഒക്കെ അല്ലെ? അപ്പൊ ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ആ വകുപ്പുകളെല്ലാം നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഇത് പറയുമ്പോൾ അതിനകത്ത് വീണ്ടും എന്ത് പറയുന്നുണ്ട്? ഭരണഘടനാ ഭേദഗതി പറയുന്നുണ്ട്. ഇനി പഞ്ചായത്ത് രാജിനെ കുറിച്ച് പരാമർശിക്കുന്നത് 9ാമത്തെ പാർട്ടാണ്. ഈ 9ാമത്തെ പാർട്ടില് 9A എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് നിയമത്തെ കുറിച്ചും 9B എന്ന് പറയുന്നത് മുനിസിപ്പൽ നിയമങ്ങളെ കുറിച്ചും 9B എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളെ കുറിച്ചുമാണ്. സിലബസിൽ പഞ്ചായത്ത് ഉള്ളുവെങ്കിലും ഇത് മൂന്നും വായിച്ചു വെക്കണം. കാരണം PSC ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ വർഷം, അതേ ചോദ്യം വീണ്ടും ചോദിക്കാനുള്ള സാധ്യത നിലവിലില്ല. 2018 എന്ന വർഷത്തിന് മുൻപായിരുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാം? ഒരു 10 വർഷത്തെ മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരും. പക്ഷെ ഇപ്പോഴും അങ്ങനെ അല്ല. ഒരിക്കൽ PSC ചോദിച്ച ചോദ്യം അതേപടി ആവർത്തിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അനുബന്ധ വിവരങ്ങളോ ആണ് ചോദിക്കുക. അപ്പോ കഴിഞ്ഞ വർഷം ഈ ചോദ്യം ചോദിച്ചു, അതുകൊണ്ട് ഇത് മാത്രം പഠിച്ചാൽ മതി എന്നൊരു കാഴ്ചപ്പാട് ഉണ്ടാവരുത് പ്രിയ ഉദ്യോഗാർത്ഥികളെ. കഴിഞ്ഞ വർഷം ചോദിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യ നിലവാരം പഠിച്ചുറപ്പിക്കണം. ഏതൊക്കെ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു അത് പഠിച്ചുറപ്പിക്കണം, മനസ്സിലാക്കി വെക്കുക എന്നതാണ്. ഇവിടെ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് പഠിക്കില്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് പഠിക്കില്ല, അത് നമ്മൾ സ്കിപ്പ് ചെയ്തു പോകും. ഭരണഘടനയിൽ നമ്മൾ പഠിക്കുന്ന മൗലികാവകാശങ്ങളും പിന്നെ ഭരണഘടനാ ഭേദഗതി മാത്രമായിരിക്കും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, UPSC, ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ പഠിക്കും. അങ്ങനെ പഠിച്ചാൽ പോരാ, പൂർണ്ണമായിട്ട് തന്നെ പഠിച്ചുറപ്പിക്കണം. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരുന്നുണ്ട്? രാഷ്ട്രപതിയുടെ കടമ, ഉപരാഷ്ട്രപതിയുടെ കടമ, പ്രധാനമന്ത്രി, മന്ത്രിസഭയും പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ, പുതിയ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് നോക്കി വെക്കണം. പിന്നെ സുപ്രീം കോടതി 140 തൊട്ട് 151 വരെ CAG, അത് ഗവൺമെന്റിന്റെ ഘടകങ്ങളിനകത്ത് വരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞത് എന്താണ് നമ്മൾ പഠിക്കുക? സ്റ്റേറ്റ് ഗവൺമെന്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവർണർ, സ്റ്റേറ്റ് മിനിസ്ട്രി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും അസംബ്ലിയും, പിന്നെ ഹൈക്കോടതി. അതേ തുടർന്ന് യൂണിയൻ ടെറിട്ടറിയെ കുറിച്ച് പഠിക്കും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്ത് രാജ് പഠിക്കും. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്കകത്ത് നിയമനിർമ്മാണ ബന്ധങ്ങൾ, ഭരണബന്ധങ്ങൾ, നിയമനിർമ്മാണ ബന്ധങ്ങളും ഭരണബന്ധങ്ങളും സാമ്പത്തിക ബന്ധങ്ങളുമാണ് നമ്മൾ പഠിക്കുക. 11, 12, 13 വകുപ്പുകൾ. അതൊക്കെ PSCക്ക് പ്രാധാന്യമുള്ളതാണ്. അതിനകത്താണ് എന്ത് വരിക? ഫിനാൻസ് കമ്മീഷനൊക്കെ വരിക. അപ്പൊ സിലബസ് നമ്മൾ ഇത്രയും വായിക്കുന്നു, പക്ഷെ ഇതിനേക്കാൾ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച ഇന്ന ചോദ്യമേ ചോദിക്കുന്നു പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സിലബസ് മനസ്സിലാക്കിയിരിക്കണം. ഏതൊക്കെയാണ് ചോദിക്കാൻ സാധ്യത, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം.
മനസ്സിലായോ? ഞാൻ പറഞ്ഞു പൗരത്വത്തിന്റെ 5-ാമത്തെ വകുപ്പ് 11-ാമത്തെ ഒരു വകുപ്പ് പഠിക്കണോ? വേണ്ട, വായിച്ചു വെച്ചാൽ മാത്രം മതി. പക്ഷെ ഫോക്കസ് ചെയ്യേണ്ടത് പൗരത്വ നിയമമാണ്. ഈ വകുപ്പുകൾ 1 തൊട്ട് 395 വരെ കാണാതെ പഠിക്കേണ്ട, പ്രധാന വകുപ്പുകൾ മാത്രം അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, ഇത്തരത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് ഡിഗ്രി ലെവലിനായിക്കോട്ടെ 10th ലെവലിനായിക്കോട്ടെ ടെക്സ്റ്റ് ബുക്ക് പെയ്ഡ് ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ഒരു റിവിഷൻ ബാച്ച് പോകുന്നുണ്ട്, അതോടൊപ്പം കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ഒരു ബാച്ച് പോകുന്നുണ്ട്. ഈ 2 ബാച്ചും കൂടെ നിങ്ങൾക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഡിഗ്രി ലെവലിലാണെങ്കിൽ 1999 രൂപ പർച്ചേസ് ചെയ്യാം, 10th ലെവലാണെങ്കിൽ 999 രൂപയ്ക്ക്. ഇനി നിങ്ങൾക്ക് GK മാത്രം മതി എന്നുണ്ടെങ്കിൽ രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. അത് വേണ്ട, കറണ്ട് അഫയേഴ്സ് മാത്രം മതി എന്നെങ്കിൽ രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 399 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. കംപ്ലീറ്റ് മലയാളം മാത്രമാണ് വേണ്ടതെങ്കിൽ രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ വിവരങ്ങളും ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് പ്രയോജനപ്പെട്ടുവെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ മറ്റൊരു വിവരമായിട്ട് അടുത്ത ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. ഏതൊക്കെയാണ് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്, റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്കത് പരിശോധിച്ചുറപ്പിക്കാം. ബൈ.